ഹായ് ഗായ്സ്, നെറ്റ്വർക്ക് ഗാർഡിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു എങ്ങനെയാണ് പാക്കറ്റ് ട്രേസർ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന്. ഇനി അഥവാ കാണാതെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സജഷനായിട്ട് വന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ മുതൽ കാണാവുന്നതാണ്. എന്താണ് നെറ്റ്വർക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ, പഴയ കാലത്തിൻ്റെ അതായത് ലെഗസി നെറ്റ്വർക്കും പുതിയ നെറ്റ്വർക്കും എന്തൊക്കെയാണെന്നുള്ള ചെറിയൊരു ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ നോളജ് ഒക്കെ ഒന്ന് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ പേരാണ് പാക്കറ്റ് ട്രേസർ. കണ്ടിട്ടില്ലാത്തവർ പ്രീവിയസ് വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. പാക്കറ്റ് ട്രേസറിൽ വളരെ ചെറിയൊരു നെറ്റ്വർക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. അതിനകത്തുനിന്ന് പാക്കറ്റ് ഫ്ലോ ഒക്കെ എങ്ങനെയാണ് കാണുക, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഒരു സ്വിച്ചിൽ നിന്നൊരു കമ്പ്യൂട്ടർ, അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നല്ല, ഒരു വിർച്വൽ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ നമ്മൾ ഇവിടെ എടുത്തു വെക്കുന്നുണ്ട്. ആ കമ്പ്യൂട്ടറിന് ഒരു IP കൊടുക്കുക. ആ IP-യിൽ നിന്ന് മറ്റേ IP-യിലോട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നതെന്നൊക്കെ നമുക്ക് ഒന്ന് വിഷ്വലി കണ്ട് എങ്ങനെയാണ് ഉണ്ടെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. കുറച്ച് സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഓപ്ഷൻസിൽ പോയി പ്രിഫറൻസിൽ വന്നിട്ട് ഇവിടെ നോക്കേണ്ടതായിട്ടൊരു കാര്യം, നമുക്ക് മിസലേനിയസിലോട്ട് പോവുക. മിസലേനിയസിൽ ഈ ബഫർ ഫിൽറ്റർഡ് ഇവൻറ്റ്സ് ഓൺലി ആക്കി സെറ്റ് ചെയ്യണം. അത് ഇൻ കേസ് ഓൾറെഡി സെറ്റ് ആണെങ്കിൽ ഓക്കെ, ഇൻ കേസ് സെറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോണ്ടൊക്കെ കുറച്ചും കൂടെ വലുതാക്കുവാണെങ്കിൽ ഈ ഫോൺസിൻ്റെ ഇവിടെ സൈസിൽ നമുക്ക് സെറ്റിങ്സ്, ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് ആണ് ഇതല്ല, റൗട്ടിംഗ് സ്വിച്ചിങ്ങോ നെറ്റ്വർക്കിങ്ങോ ഒന്നുമല്ല. ഈ ആപ്ലിക്കേഷൻ്റെ ഫോൺ സെറ്റിങ്സിനകത്ത് നമുക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ഫോണ്ട് 8 ആണ്. നമുക്ക് ആ ഫോൺസ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം. റെക്കമെൻഡഡ് ആയിട്ടുള്ള 8 ആണ്. നമുക്ക് സ്ട്രെയിൻ ഇല്ലാതെ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ ഒരു 10 അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്കണമെങ്കിൽ 11 12 ഒക്കെ നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. തിങ്സും ആ ബഫറിങ്ങിൻ്റെ സെറ്റിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ചെറിയൊരു നെറ്റ്വർക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ഈ ടൂളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോർണറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഐക്കണിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് ഹോവർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ ഡിവൈസുകളാണ് അല്ലെങ്കിൽ ആ ഐക്കണെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് അവിടുന്ന് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നത് പോലെ ഞാൻ ഹോവർ ചെയ്യുന്നത് റൗട്ടേഴ്സിൻ്റെ മുകളിലൂടെയാണ്. അന്നേരം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള റൗട്ടേഴ്സിൻ്റെ മോഡൽസ് ഈ പർട്ടിക്കുലർ പാക്കറ്റ് ട്രേസറിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റൗട്ടർ മോഡൽസും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടോ അത് കാണിക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ സ്വിച്ചസിൻ്റെ ഏരിയ ആണ്. സ്വിച്ചസ് അതായത് ഡിഫറെൻറ്റ് മോഡൽസിൻ്റെ നമുക്കിവിടെ കാണാൻ പറ്റും ഏതൊക്കെ മോഡൽ സ്വിച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഹബ്ബ് പണ്ട് പോലെ പഠിച്ചിട്ടുണ്ട്. ഹബ്ബ് എന്താണ്, സ്വിച്ച് എന്താണ്, ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഹബ്ബാണ് അടുത്തത് കാണിച്ചിരിക്കുന്നത്. പിന്നെ വയർലെസ് ഡിവൈസസ്, അതായത് നെറ്റ്വർക്കിങ്ങിനകത്ത് ഞാൻ നമ്മളുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വയർഡ് നെറ്റ്വർക്കും ഉണ്ട്, വയർലെസ് നെറ്റ്വർക്കും ഉണ്ട്. സോ വയർലെസ് നെറ്റ്വർക്കിനെ ഡിവൈസസുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മോഡൽസും ഡിവൈസുകളും ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർവാൾ ഒരു എസെൻഷ്യൽ സാധനമാണ്. ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത് മാത്രമല്ല, അത് സേവ് ചെയ്ത്, അതായത് അതിനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനെ നമ്മൾ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് ഫയർവാൾ. നെറ്റ്വർക്ക് ഡിവൈസുകളുടെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിൽ കാണുന്നത് എന്താണ്, എൻഡ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ എൻഡ് യൂസേഴ്സ്, അതായത് ഒരു സാധാരണ യൂസർ, നെറ്റ്വർക്ക് കഴിഞ്ഞ് ആ നെറ്റ്വർക്കിൻ്റെ അവസാനത്തെ ആൾക്കാരെന്ന് പറയുന്നത് എൻഡ് യൂസേഴ്സ് ആയിരിക്കും. എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നെറ്റ്വർക്ക് ഡിവൈസസുകൾ തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് തീർന്നു. അത് ഒരു എൻഡ് പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് നെറ്റ്വർക്ക് ഡിവൈസസിൻ്റെ അടുത്ത് തന്നെ നമുക്ക് എൻഡ് പോയിന്റ്സുകളുണ്ട്. എൻഡ് പോയിന്റ്സ് ഞാൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ വീണ്ടും കാണിക്കുന്നുണ്ട്. അവിടെ PC ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, അങ്ങനെ കുറേ സെർവർ ഇൻഫർമേഷനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പോണൻസ്, എന്തൊക്കെ കമ്പോണൻസ് ആഡ് ഓൺ ചെയ്യണം, ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്കിൽ എന്തൊക്കെ അഡീഷണൽ കമ്പോണൻസ് ആഡ് ചെയ്യണം, അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്കൊരു ലൈറ്റ്നിങ്ങിൻ്റെ സിമ്പിൾ കാണാം. അതാണ് പ്രധാനപ്പെട്ട ഒരു സാധനം. അത് മറ്റൊന്നുമല്ല, കേബിൾസ് ആണ്. നിങ്ങൾ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഇന്റർനെറ്റ് കഫേയിലോ എവിടെയെങ്കിലും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നിടത്ത് പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള കേബിളുകൾ. ഈ കേബിളുകൾക്ക് പറയുന്ന പേര് STP കേബിൾ എന്നാണ് സാധാരണ പറയാറ്. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എന്നാണ് പറയാറ്. BOE ഒക്കെ ഉള്ളതാണെങ്കിൽ പവറും കൂടെ ക്യാരി ചെയ്യും. അതല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആക്കുന്ന ഒരു തരം കേബിളുകളാണ് ഈ തരത്തിലുള്ള കേബിൾ. ഈ കേബിൾ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് കിട്ടുന്നത്. ഇതിനുള്ളിൽ ഇതിനൊരു ക്രോസ് സെക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഇത് വീണ്ടും ഞാനൊന്ന് മുറിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിനുള്ളിൽ 8
ചെറിയ കോപ്പർ വയേഴ്സ് ഉണ്ട്. ഓരോന്നിനും ഓരോ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കളറൊന്നും കൊടുത്തിരിക്കുന്നത് വെറുതെ അല്ല, നമുക്ക് ഇന്റർനാഷണലി അല്ലെങ്കിൽ പലതരത്തിലുള്ള പല കമ്പനികൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഇല്ലാതെ, ഒരു പ്രോപ്പർ ആയിട്ടൊരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തില്ലെങ്കിൽ എല്ലാം കൊളാപ്സ് ആവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കളർ കോഡിംഗ് ഒക്കെ ഉണ്ട്. ഇതുപോലത്തുള്ള കേബിളുകൾ കണക്ട് ചെയ്യുന്നത് ഇതുപോലത്തെയുള്ള ജാക്കുകളാണ്. RJ45 ജാക്കിൽ നമുക്ക് ഞാൻ കാണിക്കാം. അതായത് ഈ കേബിൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരു ചെറിയൊരു ഡോക്കിംഗ് സ്റ്റേഷനാണ്. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ചില സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡോക്കിംഗ് സ്റ്റേഷനാണ്. നമുക്ക് സാധാരണ C ടൈപ്പ് ഇല്ലേ നമ്മളുടെ ചാർജറിൻ്റെ, ആ C ടൈപ്പ് വെച്ചിട്ട് നമുക്ക് RJ45 ഇല്ലാത്ത ലാപ്ടോപ്പുകളിലാണെങ്കിൽ അല്ലെങ്കിൽ മാക്ബുക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡോക്കിംഗ് സ്റ്റേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാവുന്നതാണ്. അന്നേരം നമുക്ക് ഫാസ്റ്റർ ആയിരിക്കും. വയർലെസ്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ലാറ്റൻസി കുറവായിരിക്കും വയേർഡ് നെറ്റ്വർക്കിന്. കാരണം നമുക്ക് ഒരു ലോസും എവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മളുടെ പാക്കറ്റ് ട്രേസറിൽ നമ്മളുടെ എൻഡ് ഡിവൈസുകളും അതുപോലെ തന്നെ നമ്മളുടെ നെറ്റ്വർക്ക് ഡിവൈസുകളും ഒക്കെ കണക്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള കേബിളുകളും ഇന്റർഫേസുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അന്നേരം അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇപ്പോഴേ ഈ സാധനങ്ങളൊക്കെ കാണിച്ചത്. ചെറിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ 2 കമ്പ്യൂട്ടറുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പോവാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു PC എടുത്ത് വെച്ചു. PC പേരൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ മറ്റൊരെണ്ണമാണ് ലാപ്ടോപ്പ് എന്ന് വെച്ചു. ഓക്കെ, ഈ PCയും ലാപ്ടോപ്പും 2 ഉണ്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കേബിൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഷെയറബിൾ ആക്കണം. പക്ഷെ അതിൽ നല്ലത് എനിക്ക് പിന്നീട് ഇൻ ഫ്യൂച്ചർ എനിക്ക് പുതിയ ഡിവൈസുകളൊക്കെ നെറ്റ്വർക്കിലോട്ട് ആഡ് ചെയ്യണം. അങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം. വീട്ടിൽ തന്നെ ഒരു ഗെയിമിംഗ് കൺസോളൊക്കെ വലുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ പല ബെഡ്റൂമുകളിലുള്ളവർക്ക് എല്ലാവർക്കും ഇന്റർനെറ്റ് ഒക്കെ ഒരുമിച്ച് ആക്സസ് ചെയ്യണം വയേർഡ്ലി ആണെങ്കിൽ. അന്നേരം നമുക്ക് ഒരു സ്വിച്ച് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഡിവൈസിന്റെ ആവശ്യമുണ്ട്. സ്വിച്ച് എന്നുള്ള പേരിനെ കുറിച്ച് പറയേണ്ട, നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് പഠിക്കുന്നതാണ്. റൗട്ടിങ്ങും സ്വിച്ചിങ്ങും ഒക്കെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പം ജസ്റ്റ് ആ പേര് ശ്രദ്ധിക്കുക. നമുക്ക് നെറ്റ്വർക്ക് ഡിവൈസിനകത്ത് താഴെയുള്ള റൗട്ടർ, സ്വിച്ചിനകത്ത് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള മോഡലുള്ള സ്വിച്ചുകളുണ്ട്. ഓക്കെ, ഞാൻ ഇവിടുന്ന് 3560 നെറ്റ്വർക്ക് സ്വിച്ച് ചൂസ് ചെയ്തിട്ട് ഞാൻ അതെൻ്റെ നെറ്റ്വർക്കിലോട്ട് കൊണ്ടുവച്ചു. ഓക്കെ, ഇങ്ങനെ ഞാൻ എൻ്റെ എൻഡ് ഡിവൈസുകൾ 2 PCയും ലാപ്ടോപ്പും ഞാൻ എൻ്റെ പ്ലെയിനിലോട്ട് എത്തിച്ചു. അതുപോലെ തന്നെ എൻ്റെ സ്വിച്ചും കൊണ്ടെത്തിച്ചു. ഓക്കെ, ഞാൻ ഇനി എൻ്റെ കഴ്സർ ഈ പർട്ടിക്കുലർ ഐക്കണിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഹോവർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിൽ ഫാസ്റ്റ് ഇതർനെറ്റ് 01, ഫാസ്റ്റ് ഇതർനെറ്റ് 02 എന്നൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ആ സ്വിച്ചിലുള്ള ഇന്റർഫേസുകളുടെ ഡീറ്റെയിൽസ് ആണ്. എന്താണ് ഇന്റർഫേസ്? കുറച്ച് മുമ്പേ ഞാൻ കാണിച്ചില്ലേ, കുറച്ച് ചെറിയ പോർട്ടുകൾ, കീഴ്ത്തെയുള്ള RJ45 കണക്ട് ചെയ്യാൻ പറ്റുന്ന പോർട്ടുകൾ. അതുപോലെ ആ സ്വിച്ചിൽ എത്ര കപ്പാസിറ്റി ഉണ്ടോ അതാണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ലാപ്ടോപ്പിനും ഡെസ്ക്ടോപ്പിനും ഒക്കെ ഒരു ഇന്റർഫേസ് അല്ലെങ്കിൽ കൂടിപ്പോയ 2 ഇന്റർഫേസ് ആയിരിക്കും കാണുക. ബൈ ഡിഫോൾട്ട് 1 ആയിരിക്കും. സോ ആ ഒരു ഇന്റർഫേസും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നെറ്റ്വർക്ക് ഡിവൈസുകളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂം ചെയ്ത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഒരു PC ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു സ്വിച്ച് ഉണ്ട്. സ്വിച്ചിൻ്റെ മണ്ടയിൽ ഹോവർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇന്റർഫേസ് ഇതർനെറ്റ്, ഫാസ്റ്റ് ഇതർനെറ്റ് ആണോ, 10 gig ഇതർനെറ്റ് ആണോ, അതല്ലെങ്കിൽ ഗിഗാബൈറ്റ് ഇതർനെറ്റ് ആണോ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്വിച്ചിൽ എത്ര ഇന്റർഫേസുകളുണ്ട്, എത്ര കിഴുത്തകളുണ്ട്, എത്ര പോർട്ടുകളുണ്ട്, അതിൽ കൊണ്ട് ഇതുപോലത്തെ RJ45 കൊണ്ട് കണക്ട് ചെയ്യാൻ. അതായത് ഈ തരത്തിലുള്ള ഒരു 24 കിഴുത്തകളുണ്ടെങ്കിൽ ഒരു CD പ്ലെയർ, പഴയ കാലത്തെ CD പ്ലെയർ ഒക്കെ ഓർത്താൽ മതി. പഴയ കാലത്തെ CD പ്ലെയർ എങ്ങനെ ഇരിക്കുക, ഇങ്ങനെ നേരെ ഇരിക്കുക. അതിന്റെ ഫ്രണ്ടിൽ മുഴുവൻ ഇതുപോലത്തെ കിഴുത്തി ഉണ്ടെങ്കിൽ അതിനെ ഒരു സ്വിച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഹബ്ബായിട്ടോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതാണ് ആക്ച്വലി ഫിസിക്കലി ആ ഡിവൈസ് കാണുമ്പോൾ ഇരിക്കുക. അങ്ങനെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുക. സോ ഈ പോർട്ടുകളിലെല്ലാം നമുക്ക് ഇതുപോലത്തെ കേബിളുകൾ ഓരോന്നോരോന്നായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് വലിയൊരു നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു കമ്പനി തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു കഫേ തുടങ്ങാനോ ഒക്കെ വേണ്ടിയിട്ട് വലിയൊരു നെറ്റ്വർക്ക്, നമ്മളുടെ തന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ചിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, എൻ്റെ വേറെടുത്ത ഒരു PC ഉണ്ട്, എൻ്റെ ഒരു സ്വിച്ചും ഉണ്ട്. ഇനി നമുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? ഒന്നെങ്കിൽ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യണം, അതിന് ആക്സസ് പോയിന്റുകൾ വേണം. ഓക്കെ, വയർലെസ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് പഠിക്കണം? നമുക്ക് വയേർഡ് കണക്ടിവിറ്റി പഠിക്കണം. വയേർഡ് കണക്ടിവിറ്റിക്ക് നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യണം? നമ്മൾ ഈ ലൈറ്റ്നിങ് പോലെയുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള വയേഴ്സ് കാണിക്കാം. അവിടെ തന്നെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ലിസ്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള വയേഴ്സിൽ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ സ്ട്രെയിറ്റ് ത്രൂ ആണ്. അതെന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടിപ്പോവും.
സോ ഇപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ത്രൂ ചൂസ് ചെയ്യാം. ഇതിൽ സ്ട്രെയിറ്റ് ത്രൂ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഹോവർ ചെയ്താൽ മതി. ഇവിടെ താഴെ തന്നെ ഈ ഏറ്റവും താഴത്തെ പോർഷനിൽ നമുക്ക് കേബിൾ ടൈപ്പ് ഏത് കേബിൾ ടൈപ്പ് ആണെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതല്ല ഇതൊക്കെ കൺസോൾ എന്നൊക്കെ പറയുന്നത് ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. സോ നമുക്ക് സ്ട്രെയിറ്റ് ത്രൂ കേബിൾ ആണ് വേണ്ടത്. സ്ട്രെയിറ്റ് ത്രൂ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ കോപ്പർ കേബിൾ ആണ്. ഞാൻ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ ചൂസ് ചെയ്തു. ഞാൻ എൻ്റെ PC-യിലൊക്കെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്ഷൻസ് കാണിക്കുകയാണ്. ഏത് പോർട്ടിൽ ഇത് കണക്ട് ചെയ്യണം, USB 0-ൽ കണക്ട് ചെയ്യണോ, USB 1-ൽ കണക്ട് ചെയ്യണോ, ഫാസ്റ്റ് ഇഥർനെറ്റ് കണക്ട് ചെയ്യണോ. ഞാൻ പറഞ്ഞു നമ്മളുടെ സാധാരണ ഉള്ള PC-കളിലൊക്കെ ഒരു നിക് കാർഡ്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ടാവും. ആ കാർഡിലാണ് നമ്മളുടെ നെറ്റ്വർക്ക് കേബിൾ കൊണ്ട് കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഫിസിക്കൽ രൂപമൊക്കെ നമുക്ക് കാണാം. ഇപ്പം തന്നെ ഇതിൽ തന്നെ കാണിക്കും എങ്ങനെയാണ്. പഴയ കാലത്തെ PC ഒക്കെയാണ് കാണിക്കുക. എന്നിരുന്നാൽ പോലും ഓക്കെ, ഞാൻ ഈ PC 1-ൽ ഫാസ്റ്റ് ഇഥർനെറ്റ് 0 ചൂസ് ചെയ്തു. ആ കേബിൾ അവിടുന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ വേറെ പല മുറികളൊക്കെ താണ്ടി എവിടെയാണോ എൻ്റെ സ്വിച്ച് ഇരിക്കുന്നത് അവിടെ ഇത്രയും സ്വിച്ച് പോർട്ടുകളുണ്ട്. ഏത് സ്വിച്ച് പോർട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്, റാൻഡമായിട്ട് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. പക്ഷേ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് കേബിൾ കൊണ്ട് ഫസ്റ്റ് പോർട്ടിൽ തന്നെ കണക്ട് ചെയ്തു. ഓക്കെ, പോർട്ട് ഗ്രീൻ ആകുന്ന, പോർട്ടിന്റെ സ്റ്റാറ്റസ് ഗ്രീൻ ആക്കുന്നതും പോർട്ട് സ്വിച്ച് സൈഡിലെ പോർട്ട് ഗ്രീൻ ആകാൻ കുറച്ച് സമയം എടുക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കാം. ഓക്കെ, നമ്മളിവിടെ കേബിൾ കണക്ട് ചെയ്തു. നമ്മളുടെ കേബിൾ ചൂസ് ചെയ്തത് ഒരു കേബിൾ ആയിരുന്നത് കൊണ്ട് തന്നെ അത് തീർന്നു. വീണ്ടും നമ്മൾ പോയി അടുത്ത ലാപ്ടോപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു കേബിൾ എടുക്കേണ്ടതായിട്ടുണ്ട്. സ്വിച്ചിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. സ്വിച്ചിൻ്റെ ഒന്നാമത്തെ പോർട്ട് ഓൾറെഡി ഒക്കുപ്പൈഡ് ആയതുകൊണ്ട് അത് കാണിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് രണ്ടാമത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പോർട്ട് നമ്പർ 2-ലാണ്. 0/2 എന്നാണ് പോർട്ട് നമ്പർ 2-ന്റെ പേര്. 0 എന്താണ്, എന്തുകൊണ്ടാണ് 0 ഫ്രണ്ടിൽ വന്നത് എന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അതും കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ മതി. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ ഞാൻ ഈ കേബിൾ കൊണ്ട് 0-2-ൽ കണക്ട് ചെയ്തു. അവിടുന്ന് ആ സ്വിച്ചിൽ നിന്ന് ഞാൻ അവിടെ എൻ്റെ ലാപ്ടോപ്പ് ഇരിക്കുന്ന റൂമിൽ ഞാൻ അതിൻ്റെ ലാപ്ടോപ്പിൻ്റെ സൈഡിലുണ്ടായിരുന്ന പോർട്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ മാക്ബുക്ക് ആയിരുന്നെങ്കിൽ അതിന് പോർട്ടില്ലെങ്കിൽ ഞാൻ അവിടെ കണക്ട് ചെയ്തിരുന്ന ഡോക്കിംഗ് സ്റ്റേഷൻ്റെ നിക്കാർഡിൽ പർട്ടിക്കുലർ ഇൻ്റർഫേസ്, അതായത് ഇതിലെ ഇമേജ് അനുസരിച്ചിട്ടാണെങ്കിൽ ഫാസ്റ്റ് ഇഥർനെറ്റ് 0-ൽ കൊണ്ട് ഞാൻ കണക്ട് ചെയ്തു. സോ അതുകൊണ്ട് എൻ്റെ കേബിളൊക്കെ കണക്ട് ചെയ്തു. കളക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ PC മുതൽ എൻ്റെ സ്വിച്ച് വരെയുള്ള കണക്ഷൻ ഗ്രീനായി. രണ്ട് സൈഡിലെ പോർട്ടുകൾ അപ്പായി. ഈ സ്വിച്ച് സൈഡിലെ പോർട്ടൊക്കെ അപ്പാകാൻ വേണ്ടി ഒരു ചെറിയ ഡിലേ ഉണ്ടാവും സാധാരണഗതിയിൽ. ആ ഡിലേ ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വഴിയെ. ഓക്കെ, നമ്മളുടെ നെറ്റ്വർക്ക് സെറ്റപ്പ് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഒരു സൈഡിലെ പോർട്ടൊക്കെ അപ്പായി, ഒരു സൈഡിലെ പോർട്ട് അപ്പായി വരുന്നു. ഇനി ഞാൻ ഈ സ്വിച്ചിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്വിച്ചിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഇങ്ങനെ കാണിച്ചു തരും. ഈ ചേഞ്ചസ് ഒക്കെ വരുത്തി CLI കമാൻഡ് പ്രോമിറ്റ് ആണ്, കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്നാണ് CLIയുടെ ഫുൾ ഫോം. കമാൻഡ് ലൈൻ ഇന്റർഫേസ്, അതിനകത്തൂടെ നമുക്ക് ഒരു കമാൻഡ്സ് കൊടുത്തിട്ട് നമ്മളുടെ എന്താണോ റിക്വയർമെന്റ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ 3560 ഡിവൈസ് എങ്ങനെയാണ് ഫിസിക്കലി ഇരിക്കുന്നതെന്ന് കാണണമെങ്കിൽ ഇവിടെ ഫിസിക്കൽ എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ സ്വിച്ചിന്റെ ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും മുകളിലും താഴെയായിട്ട് ഇങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പാക്കറ്റ് ട്രേസർ തന്നെ നമുക്ക് ഫിസിക്കലി പൈസ കൊടുത്ത് വാങ്ങിക്കാനില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഇതിന്റെ ഇമേജ് കിട്ടി. ഓക്കെ, ഇത് ഞാനൊന്ന് എനിക്കിവിടെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൂം ഇൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ സൂം ചെയ്യാം. സോ സൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുവാണ്. ഓക്കെ, ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റ്സ് ഉണ്ട്. എന്താണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് പോർട്സുകളുണ്ട്. അതിൻ്റെ പെയറായിട്ടുള്ള ഒരു 2 സെറ്റ്. അന്നേരം ടോട്ടൽ എത്രയായി? 24 പോർട്സ് ആയി. അതല്ലാതെ അഡീഷണൽ 2 പോർട്സ് ഉണ്ട്. അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്. അത് ഗിഗാബൈറ്റ് ഇന്റർഫേസ് എന്നൊക്കെ പറയും. നമ്മൾ ഈ പോർട്ടുകൾക്ക് പോർട്ട് എന്ന് പറയാറുണ്ട്, ഇന്റർഫേസ് എന്ന് പറയാറുണ്ട്, പല പേരുകൾ പറയാറുണ്ട്. 2 സെപ്പറേറ്റ് സ്വിച്ചുകൾ, സെപ്പറേറ്റ് പോർട്ടുകൾ ഒരു സൈഡിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. അതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയണമല്ലോ, അതിന് 2 ഹൈ എൻഡ് പോർട്ടുകളുണ്ട്. അതുകൊണ്ടൊക്കെ അത് കുറച്ച് മാറ്റിയൊക്കെ വെച്ച് ഇങ്ങനെ കാണിക്കുന്നു. ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നും കാര്യമില്ല. ഓരോ വെണ്ടറുകളുടെയും പോർട്ടുകളുടെ അലൈൻമെൻറ്റും അല്ലെങ്കിൽ പോർട്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ബാക്ക് സൈഡാണ് താഴെ ചെറുതായിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ 2 ഒറ്റ പിക്ചറായിട്ട് തോന്നും. അല്ല, ഈ കൺസോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല. നമുക്ക് ഒരു ഈ ഡിവൈസിലെ CLI, നമുക്ക് കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചു തന്ന പോലെ കമാൻഡ് ലൈൻ ഇന്റർഫേസ്, ഇങ്ങനെയുള്ള ഒരു സാധനം ഫിസിക്കലി ആ ഡിവൈസിൽ പോയി ഞാൻ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടണമെങ്കിൽ ആ കണക്ട് ചെയ്യുന്ന കേബിൾ എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? കൺസോൾ എന്ന് പറയുന്ന പോർട്ടിലായിരിക്കണം കണക്ട് ചെയ്യുക. ആ കൺസോൾ പോർട്ടിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിൾ എന്ന് പറയുന്ന പേരാണ് കൺസോൾ കേബിൾ. കൺസോൾ കേബിൾ നമ്മുടെ കേബിൾ ടൈപ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കൺസോളിൻ്റെ ഒന്നും ഇപ്പോൾ ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. ഓക്കെ, കൺസോൾ എന്തിനാണ്? ലോക്കലി ഒരു നെറ്റ്വർക്ക് ഡിവൈസിലോട്ട് എനിക്ക് ആക്സസ് ചെയ്യണം.
എൻ്റെ റിമോട്ട് ആക്സസ് ഒക്കെ നഷ്ടപ്പെട്ടു. എൻ്റെ ഫീൽഡ് എഞ്ചിനീയർ അവിടെ ചെന്നു. ഫീൽഡ് എഞ്ചിനീയറോട് ഞാൻ പറയുവാണ് ലാപ്ടോപ്പിലോട്ട് ആ കേബിൾ കണക്ട് ചെയ്തിട്ട് എനിക്ക് ആ ലാപ്ടോപ്പ് റിമോട്ട്ലി തരൂ. ടീംസിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആപ്ലിക്കേഷനോടെയോ നമുക്ക് ആ ഡെസ്ക്ടോപ്പ് ആക്സസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് CLI വെച്ചിട്ട് നമുക്ക് ആ നെറ്റ്വർക്ക് ഡിവൈസ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള പോർട്ടാണ് ഈ കൺസോൾ പോർട്ട്. ഈ കാണുന്നത് പവർ കേബിളാണ്. അതിൻ്റെ പവർ സ്പെക് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഫിസിക്കലി നമുക്ക് ഈ ഡിവൈസ് കാണുമ്പോൾ കോൺഫിഗറേഷൻ എന്തൊക്കെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും, ഗ്ലോബൽ കോൺഫിഗറേഷനകത്ത് എന്തൊക്കെ കോൺഫിഗറേഷൻസ് ഉണ്ട്, ഇതിൽ ഏതൊക്കെ റൗട്ടിംഗ് പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യും. BGP ഒന്നും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. സ്റ്റാറ്റിക് ഉണ്ട്, റിപ്പ് ഉണ്ട്. ഓക്കെ, നോർമൽ റൗട്ടിംഗ് പ്രോട്ടോകോൾസ് ഒക്കെയാണ്. ഇത് സ്വിച്ച് ആണല്ലോ, ആ കാര്യം ഞാൻ മറന്നു. നമ്മൾ റൗട്ടർ അല്ല എടുത്തിരിക്കുന്നത്. സ്റ്റാറ്റിക് റൗട്ടിംഗ് സപ്പോർട്ട് ചെയ്യും, റിപ്പ് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പർട്ടിക്കുലർ ഡിവൈസിൻ്റെ കോൺഫിഗറേഷൻ കപ്പാബിലിറ്റീസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. CLIയിലാണ് നമുക്ക് ഈ ഡിവൈസ് ബൂട്ടായ ഇൻഫർമേഷനുകളൊക്കെ കാണുക. ചില മോഡലുകൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ നെറ്റ്വർക്ക് ഡിവൈസിന് നമുക്ക് ഈ മൊഡ്യൂൾസ് ഒക്കെ ആഡ് ഓൺ ചെയ്യുന്ന തരത്തിലുള്ള ഡിവൈസുകളാണെങ്കിൽ ഈ നമുക്ക് ഫിസിക്കലിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിൽസ് മൊഡ്യൂൾസ് കാണാം. ഈ മൊഡ്യൂൾസിൽ പവർ മൊഡ്യൂൾസ്, ലൈൻ കാർഡ്സ്, അല്ലെങ്കിൽ സൂപ്പർവൈസർ എഞ്ചിൻസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്വിച്ചിൻ്റെ ഇവിടെ പല പല ചെറിയ ചെറിയ ഹോളുകൾ, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും ഉള്ള കുറേ ഹോളുകളൊക്കെ കാണാം. ആ ഹോളുകളിലോട്ട് നമുക്ക് ഓരോ ലൈൻ കാർഡും ഓരോ പവർ മൊഡ്യൂൾസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ സാധനങ്ങൾ വർക്ക് ആയി തുടങ്ങുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഈ സംഭവത്തിൻ്റെ വർക്കിംഗ്. പക്ഷേ ഈ സ്വിച്ചിനകത്ത് പ്രത്യേകിച്ച് സ്വിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഈ സ്വിച്ചിന് പ്രത്യേകിച്ച് പവറിന് വേണ്ടി ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്കും ഇതിനങ്ങനെ ലൈൻ കാർഡ്സ് ഒന്നും സെപ്പറേറ്റ് ഇല്ലാത്ത സ്ഥിതിക്കും നമുക്ക് ഡയറക്റ്റ് CLI പോയി നോക്കാം. CLI പോയി നോക്കുമ്പോൾ ഈ സ്വിച്ച് ഞാൻ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തപ്പോൾ ഓരോ ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ സ്വിച്ചിനകത്ത് ഏതാണ് iOS, എല്ലാ എല്ലാ എക്യുപ്മെന്റ്സിനെയും പോലെ തന്നെ നമുക്ക് ഫിസിക്കലായിട്ടൊരു സാധനം വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് നമ്മൾ തന്നെ മാനുവലി പറഞ്ഞു കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ ഇന്റലിജന്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫേംവെയർ ഉപയോഗിക്കണം. സോ സിസ്കോ നെറ്റ്വർക്ക് എക്യുപ്മെന്റ്സിന്റെ ഫേംവെയർ എന്ന് പറയുന്ന പേരാണ് iOS. സോ ഇങ്ങനെ സാധാരണ രീതിയിലുള്ള സിസ്കോ നെറ്റ്വർക്ക് ഡിവൈസുകളുടെ ഫേംവെയറിന് പറയുന്ന പേരാണ് iOS. iOSന്റെ വേർഷൻസ് ഉണ്ട്. ഓരോ ഡിവൈസുകൾക്കും, ഓരോ പർട്ടിക്കുലർ മോഡലുകൾക്കും വേർഷൻസ് വേറെയാണ്. വേർഷൻ മാറുന്നതനുസരിച്ച് ഫീച്ചറുകൾ മാറും, പ്രോപ്പർട്ടീസ് മാറും, കമാൻഡ് ലൈൻ്റെ എക്സിക്യൂഷൻ മാറും. ഈവൻ ആ കമാൻഡ്സ് ഒക്കെ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത ശേഷം സേവ് ചെയ്യാനുള്ള ആ കമാൻഡ് പോലും നമുക്ക് പലപ്പോഴും മാറാൻ സാധ്യതയുണ്ട് ഈ iOSന്റെ വേർഷൻസ് മാറുന്നതനുസരിച്ച്. സോ നെക്സസ് ഡിവൈസുകളിലുള്ള ഫേംവെയർ ആയിരിക്കണമെന്നില്ല സാധാരണ കാറ്റലിസ്റ്റ് സ്വിച്ചുകളിലുള്ളത്, അതായിരിക്കണമില്ല ASR റൗട്ടറിലുള്ളത്. സോ നിങ്ങൾക്ക് ഇതിനെ ഒരു ഓവറോൾ ഐഡിയ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പം നമുക്ക് ഇവിടെ കാണുന്നത് പോലെ തന്നെ കുറേ ഇനിഷ്യലൈസിങ് ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞാലൊന്നുമില്ല, മെമ്മറി മാത്രമാണ്. ഫോണിനൊക്കെ നമ്മൾ മെമ്മറി കാർഡ് നിരുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന കോൺഫിഗറേഷൻസ് സേവ് ആകാനും നമുക്ക് കാണിക്കാനും ഒക്കെ ഒരു ഇടം വേണമല്ലോ. അതിനെയൊക്കെയാണ് ഈ ഫ്ലാഷ് കാർഡ്സും അല്ലെങ്കിൽ മെമ്മറിയൊക്കെ ആയിട്ട് ഹാഷൊക്കെ കാണിക്കുന്നുണ്ട്. ഹാഷ് എന്നൊന്നുമില്ല, അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സാധാരണ വിൻഡോസിലൊക്കെ നമ്മൾ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ റൗണ്ട് സിമ്പലും അല്ലെങ്കിൽ ബാർ സിമ്പലും ഒക്കെ വരാറില്ലേ, അതുപോലെ തന്നെ ഈ നെറ്റ്വർക്ക് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ CLIയിൽ എന്തെങ്കിലും ലോഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഹാഷ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഹാഷിന്റെ വലിയൊരു ലൈൻ ഒക്കെ കാണിക്കാറുണ്ട്, അല്ലെ ചിലപ്പോൾ സ്റ്റാറൊക്കെ ആയിരിക്കും കാണിക്കുക. അതൊന്നും വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ലൈസൻസിന്റെ വേർഷൻസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇതിന്റെ പർട്ടിക്കുലർ മോഡൽ ഏതാണ്, സിസ്കോ iOS സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാറ്റലിസ്റ്റ് മോഡൽ സ്വിച്ചുകൾക്ക് എപ്പോഴും പേരിന് മുമ്പിൽ, നമ്പറിന് മുമ്പിൽ ഒരു സി എന്നൊരു പേരുണ്ടാവും. അത് കാറ്റലിസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. സോ നമുക്ക് അത് സിസ്കോ 3560 ആണ് മോഡൽ എന്നൊക്കെ കാണിച്ചു തരുന്നു. പിന്നെ അതിൻ്റെ എല്ലാം ബൂട്ടപ്പ് പ്രോസസ്സ്, കമ്പ്യൂട്ടർ നമ്മൾ പണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുത്തിരുന്നില്ല, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഡിവൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബൂട്ടിംഗ് പ്രോസസ്സ് വേണം. ആ ബൂട്ടിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ നമ്പേഴ്സും കോഡുകളും സീരിയൽ നമ്പറുകളും എല്ലാം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫേംവെയർ വേർഷനൊക്കെ വീണ്ടും എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അപ് ടൈമും എഴുതി കാണിക്കും. അതായത് ഒരു നെറ്റ്വർക്ക് ഡിവൈസ് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓൺ ആയ സമയം മുതൽ പിന്നീട് നമ്മൾ വേർഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെ അപ് ടൈം, അതായത് ആ ഡിവൈസ് എത്ര നേരമായിട്ട് ഓൺ ആയിരുന്നു എന്ന് എഴുതി കാണിക്കും. ഇവിടെ ഒരു ജസ്റ്റ് സിമ്പിൾ എൻ്റർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ സ്വിച്ചിൻ്റെ യൂസർ എക്സിക്യൂഷൻ മോഡിലോട്ട് എത്തി. നമുക്ക് സ്വിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ അതിൻ്റെ CLI കുറിച്ച് പറയുവാണെങ്കിൽ 3 കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഒരു സ്വിച്ച് ലോഡ് ചെയ്തിട്ട്
ആ കാണുന്ന അല്ലെങ്കിൽ സ്വിച്ചിലോട്ട് ലോഗിൻ ചെയ്ത ഉടനെ തന്നെ കാണുന്ന ആ മോഡിന് പറയുന്ന പേരാണ് യൂസർ എക്സിക്യൂഷൻ മോഡ്. യൂസർ എക്സ് മോഡ് എന്ന് പറയും. യൂസർ എക്സിക്യൂഷൻ മോഡിൽ ലിമിറ്റഡ് സെറ്റ് ഓഫ് കമാൻഡ്സ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഷോക്ക് കമാൻഡ്സ് ഒക്കെ നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ആ ലിമിറ്റിനുള്ളിൽ നിന്നിട്ടുള്ള ആ ലിമിറ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി എനിക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കമാൻഡ്സും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അടുത്ത മോഡിലോട്ട് പോകണം. ആ മോഡിൻ്റെ പേരാണ് പ്രിവിലേജ്ഡ് മോഡ്. സോ യൂസർ എക്സിക്യൂഷൻ മോഡ്, പ്രിവിലേജ് എക്സിക്യൂഷൻ മോഡ് ഉണ്ട്. സോ പ്രിവിലേജ് എക്സിക്യൂഷൻ മോഡ്, യൂസർ എക്സിക്യൂഷൻ മോഡിൻ്റെ സിസ്കോ ഡിവൈസുകളിൽ യൂസർ എക്സിക്യൂഷൻ മോഡിൻ്റെ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ, ഇവിടെ കാണാവുന്നത് പോലെ സ്വിച്ച് കഴിഞ്ഞിട്ടൊരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ കണ്ടു. പർട്ടിക്കുലർ സ്വിച്ചിൻ്റെ പേര് കഴിഞ്ഞിട്ട് ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ യൂസർ എക്സിക്യൂഷൻ മോഡിലാണെന്ന് മനസ്സിലാക്കാം. യൂസർ എക്സിക്യൂഷൻ മോഡിൽ നിന്ന് പ്രിവിലേജ് എക്സിക്യൂഷൻ മോഡിലോട്ട്, യൂസർ എക്സിക്യൂഷൻ മോഡിൽ നിന്ന് പ്രിവിലേജ് മോഡിലോട്ട് മാറണമെങ്കിൽ നമ്മൾ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഇനേബിൾ. സോ സ്വിച്ച് കഴിഞ്ഞിട്ടൊരു ഹാഷ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഞാൻ യൂസർ എക്സിക്യൂഷൻ മോഡിൽ നിന്നും ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആ എക്സിക്യൂഷൻ മോഡിലാണ്. ഇവിടെ എനിക്ക് എല്ലാ കമാൻഡ്സും തന്നെ, ഷോ കമാൻഡ്സ് എല്ലാം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ടെസ്റ്റിംഗ് കമാൻഡ്സുകളെല്ലാം തന്നെ ഇവിടെ എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. സോ നമ്മൾ യൂസർ എക്സിക്യൂഷൻ മോഡ് കഴിഞ്ഞു, പ്രിവിലേജ് മോഡ് എത്തി. പ്രിവിലേജ് മോഡിൽ നിന്നും എന്തെങ്കിലും മോഡിഫിക്കേഷൻസ്, ഈ നെറ്റ്വർക്ക് ഡിവൈസുകളുടെ IP-കൾ ചേഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ ഇൻ്റർഫേസും ചേഞ്ച് ചെയ്യണോ, ഇൻ്റർഫേസിന് ഒരു പേര് കൊടുക്കണോ, ഇങ്ങനെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്തണമെങ്കിൽ നമ്മൾ അടുത്തൊരു മോഡിലോട്ട് മാറേണ്ടതായിട്ടുണ്ട്. ആ മോഡിൻ്റെ പേരാണ് ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ്. എന്തൊക്കെയായിരുന്നു ആ മോഡുകൾ നമ്മൾ പഠിച്ചത്? യൂസർ എക്സിക്യൂഷൻ മോഡ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴേ കാണുന്ന ഒരു ഗ്രേറ്റർ ദാൻ സിംബലോട് കൂടിയുള്ള മോഡിന്റെ പേരാണ് യൂസർ എക്സിക്യൂഷൻ മോഡ്. അവിടെ ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് കമാൻഡ്സ് മാത്രമേ വർക്ക് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പ്രിവിലേജ് ഉള്ള ഒരു മോഡാണ് യൂസർ പ്രിവിലേജ്ഡ് മോഡ്. ആ പ്രിവിലേജ് മോഡിൽ നമുക്ക് പ്രിവിലേജ്ഡ് എക്സിക്യൂഷൻ മോഡ്. ഈ പ്രിവിലേജ് എക്സിക്യൂഷൻ മോഡിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കമാൻഡ്സും തന്നെ എക്സിക്യൂഷൻ നടക്കും. പക്ഷേ എന്തെങ്കിലും ഡിവൈസ് കോൺഫിഗറേഷൻ ചേഞ്ചസ് നടത്തണമെങ്കിൽ നമ്മൾ അടുത്തതായിട്ടൊരു മോഡിലോട്ട് പോകേണ്ടതുണ്ട്. അതാണ് ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ്. സോ ഈ 3 മോഡ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ഇപ്പം നമുക്ക് ഇനേബിൾ ആണുള്ളത്. കോൺഫിഗ് ടെർമിനൽ എന്നടിച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഗ്ലോബൽ കോൺഫിഗറേഷനുള്ളിൽ പോകാം. ഇവിടെ നമുക്ക് ചേഞ്ചസുകളൊക്കെ നടത്താം. ഇപ്പോൾ സ്വിച്ചിനെ കുറിച്ച് ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് ബാക്കി കണക്ടിവിറ്റി ഒക്കെ കണ്ടിട്ട്, പാക്കറ്റ് ക്യാപ്ചറിൻ്റെ യൂസും കണ്ടിട്ട് നമുക്ക് പിന്നീട് സ്വിച്ചിൻ്റെ ഇൻഡെപ്തിലോട്ട് ചാടാം. ഓക്കെ, സോ നിങ്ങൾക്ക് സാധനങ്ങൾ മനസ്സിലായി. ഇപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്ത് കാണിക്കാം. ഹോസ്റ്റ് നെയിം നമുക്ക് ഇഷ്ടമുള്ള ഡിവൈസ്, ഈ സ്വിച്ചിന് സ്വിച്ച് 1 സ്വിച്ച് 2 സ്വിച്ച് 3 അല്ലെങ്കിൽ ഞാനൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പോവാണ്, ആ നെറ്റ്വർക്കിൻ്റെ ഒരു കമ്പനി നെറ്റ്വർക്ക് ഗാർഡിയൻ ആകട്ടെ. സോ നെറ്റ്വർക്ക് ഗാർഡിയൻ ആയതുകൊണ്ട് ഞാൻ അതിന് NG എന്ന് പേരിട്ടു. നെറ്റ്വർക്ക് ഗാർഡിയൻ്റെ ഫസ്റ്റ് സ്വിച്ചാണിത്. സോ NG1, അല്ലെങ്കിൽ നമ്മൾ എന്ത് സ്റ്റാൻഡേർഡ് ആണോ ഫോളോ ചെയ്യുന്നത് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് നെറ്റ്വർക്ക് ഡിവൈസിന് പേരിടാം. സോ NG1 എന്ന് ഞാൻ പേരിട്ടു. ഇനി മുതൽ ഞാൻ ഈ ഡിവൈസ് വൺസ് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എപ്പോൾ ഓപ്പൺ ചെയ്താലും ഈ പർട്ടിക്കുലർ ടോപ്പോളജിയിലെ ഈ ഡിവൈസിൻ്റെ പേര് NG1, നെറ്റ്വർക്ക് ഗാർഡിയൻ 1 എന്നായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം, നിങ്ങളുടെ കമ്പനിയുടെ പേര് കൊടുക്കാം, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കാം, എന്ത് പേര് വേണമെങ്കിലും ആ സ്വിച്ചിന് കൊടുക്കാം. പക്ഷേ എല്ലാ സ്വിച്ചിനും ഒരേ പേര് കൊടുത്താൽ പിന്നീട് വലിയൊരു നെറ്റ്വർക്ക് ആകുമ്പോൾ കൺഫ്യൂഷൻ വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഈ പേരും നെറ്റ്വർക്കിങ്ങും തമ്മിലൊരു ബന്ധമില്ല. ഇത് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പേര് മാത്രമാണ്. ബൈ ഡിഫോൾട്ട് ഇതിനൊക്കെ സ്വിച്ചെന്നോ അല്ലെങ്കിൽ റൗട്ടറെന്നോ മാത്രമായിരിക്കും പേര്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നമുക്ക് ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ഈ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇപ്പം സ്വിച്ചിൻ്റെ കണ്ടതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ PC-യുടെയും കാണാം. പഴയ കാലത്തെ PC-യുടെ ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ പഴയ കാലത്തെ PC-ക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനൊന്ന് സൂം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ ഇതിൻ്റെ RJ45ൻ്റെ ഒരു കേബിൾ, ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഇവിടെ വേറൊന്നുണ്ട്. ഇവിടെ USB Type A മോഡിനകത്ത് IP കോൺഫിഗറേഷനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിക്കും DHCP ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെ സ്റ്റാറ്റിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡീഫോൾട്ട് ഗേറ്റ്വേയും DNS-ഉം ഒക്കെ കൊടുക്കാൻ പറ്റും. നമ്മൾ PC-യിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ടാബ്സ് ഒക്കെ ഓപ്പൺ ആയി വരും. അതിൽ ഫിസിക്കലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PC എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണും. ഇങ്ങനെയൊന്നും അല്ല ഇപ്പോഴത്തെ കാലത്തെ PC. എന്നിരുന്നാൽ പോലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമല്ലോ പഴയ കാലത്തെ ഒരു PC. അതിന് Ethernet പോർട്ടുകളുണ്ട്, Type A പോർട്ടുകളുണ്ട്, പുതിയതാണെങ്കിൽ Type C പോർട്ടുകളുണ്ട്. ഇതിന് ഫ്ലോപ്പി ഒക്കെ കാണിക്കുന്നുണ്ട്, അതൊന്നും കാര്യമില്ല. നമുക്ക് നെറ്റ്വർക്കിങ്ങിനോട്ട് വേണ്ടിയിട്ട് ഒരു IP കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൽ വന്നത്.
സോ നമുക്ക് IP ഒക്കെ കോൺഫിഗർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു കോൺഫിഗിൻ്റെ ഒരു ടാബ് ഉണ്ട്. കോൺഫിഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർഫേസ് ഏതാണോ ഇൻ്റർഫേസ് ആ ഇൻ്റർഫേസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻ്റർഫേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരുന്നത് ബ്ലൂടൂത്ത് ഇൻ്റർഫേസ് ഉണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0 നമ്മൾ എവിടെയായിരുന്നു നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഹോവർ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഇൻ്റർഫേസിൻ്റെ പേര് ഫാസ്റ്റ് ഇഥർനെറ്റ് 0 എന്നാണ്. നമ്മൾ കേബിൾ കണക്ട് ചെയ്ത് എവിടെയായിരുന്നു ഫാസ്റ്റ് ഇഥർനെറ്റ് 0-ൽ. സോ ആ ഫാസ്റ്റ് ഇഥർനെറ്റ് 0 കാണാൻ പറ്റുന്നുണ്ട്. ആ ഫാസ്റ്റ് ഇഥർനെറ്റ് 0-ൽ നമുക്ക് ഒരു IP കോൺഫിഗർ ചെയ്യണം. എൻ്റെ ഡിവൈസ് ആണെങ്കിലും IP എന്താണെന്നും IP ഏതൊക്കെ തരത്തിലുള്ള IPകളുണ്ട് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ കാണുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് IP എന്താണെന്നൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഓർക്കുക ഇതിലൊരു IP ഞാൻ കോൺഫിഗർ ചെയ്യാൻ പോവാണ്. ഫാസ്റ്റ് ഇഥർനെറ്റിൽ വന്നു. ഇവിടെ DHCP എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി IP കിട്ടുന്നതിനാണ് DHCP എന്ന് പറയാറ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് കോൺഫിഗർ ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ അറിയാതെ ഒരു സിമുലേഷനിൽ ക്ലിക്ക് ചെയ്ത് അതുകൊണ്ടാണ് റിയൽ ടൈം. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. PC-യിൽ ക്ലിക്ക് ചെയ്തു, ഇൻ്റർഫേസിൽ വന്നു. ഇൻ്റർഫേസിൽ ഫാസ്റ്റ് ഇഥർനെറ്റ് ചൂസ് ചെയ്തു. ഫാസ്റ്റ് ഇഥർനെറ്റിൽ DHCP ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എവിടെയെങ്കിലും ഒരു DHCP സെർവർ ഉണ്ടെങ്കിൽ, DHCP സെർവർ എന്ന് പറഞ്ഞാലൊന്നുമില്ല, ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോകോൾ, നെറ്റ്വർക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നമ്മൾ കോൺഫിഗറേഷൻ വഴി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് വേണം. അങ്ങനെയുള്ള റൂൾസിനെ നമ്മൾ പറയുന്ന പേരാണ്, കോമൺലി എല്ലാ സെറ്റ് ഓഫ് റൂൾസിനും പറയുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസിന് പറയുന്ന പേരാണ് പ്രോട്ടോകോൾസ്. സോ ഓരോ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഓരോ പ്രോട്ടോകോൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. സോ ആ പ്രോട്ടോകോൾ വെച്ചിട്ടാണ് ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്. സോ ഒരു പർട്ടിക്കുലർ മെഷീനിൽ ഒരു 1000 കമ്പ്യൂട്ടറുള്ള ഒരു വലിയ നെറ്റ്വർക്കിൽ എല്ലാ കമ്പ്യൂട്ടറിലും പോയിട്ട് ഓരോന്നിനും IP കൊടുക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായ ടാസ്ക്കാണ്. പറ്റുകയില്ലാത്തതല്ല, പറ്റുന്നതാണ്. എന്നിരുന്നാൽ പോലും കുറച്ച് ഡിഫിക്കൽട്ടാണ്. ചിലപ്പം മാൻ പവറിൻ്റെ യൂസേജ് ഒക്കെ കൂടുതൽ വേണ്ടി വരും. ചിലപ്പോൾ IP പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, ചിലപ്പം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് DHCP ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. DHCP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോട്ടോകോളാണ്. IP അലൊക്കേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സെർവറിൽ നിന്നോ അല്ലെങ്കിൽ റൗട്ടറിൽ നിന്നൊക്കെ IP ഒരു സെറ്റ് ഓഫ് പൂൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ പൂളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ സെറ്റ് ഓഫ് IPs നമുക്ക് കോൺഫിഗർ നമ്മളുടെ ഡിവൈസിലോട്ട് ഓട്ടോമാറ്റിക്കലി വരുന്ന പോലെ കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ് DHCP എന്ന് പറഞ്ഞ ആ സെറ്റിങ്സ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതല്ല, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് മാനുവലി ഞാനൊരു IP കൊടുക്കുകയാണ്. ഒന്നുമില്ല, നമുക്ക് എന്ത് കൊടുക്കാം? IPക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഒരു അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കാണാം. ഇപ്പം ജസ്റ്റ് ഒരു IP കൊടുക്കാമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒരു IP കൊടുക്കാമെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ ഞാനൊരു 10.1.1.1 ഇന്ന് കൊടുത്തു. ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന IP. 255.255.255.0 എന്ന് മാസ്ക് തന്നെ വന്നതാണ്. പക്ഷേ അല്ല, ഞാനിപ്പം ഇതിന് മാസ്ക് ഞാൻ വേറെ മാറ്റി കൊടുക്കുകയാണ്. 255.255.255.0/24. അതെന്താണെന്ന്, മാസ്ക് എന്താണെന്ന് IP എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് തൽക്കാലം ഞാൻ IP കോൺഫിഗർ ചെയ്തു. ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എന്താണ്? നമുക്ക് ഇത് നെറ്റ്വർക്കിനകത്ത് CLI എന്ന് പറഞ്ഞൊരു ടാബ് ഉള്ള പോലെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് വിൻഡോസിനാണെങ്കിലും ലിനക്സ് ആണെങ്കിലും അതിന് ഷെൽ കമാൻഡൊക്കെ നമ്മൾ കമാൻഡ് ലൈനിലൂടെ CLIയിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കണം വിൻഡോസിൽ. സോ ഇത് നമ്മളൊരു PC ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ C ഡ്രൈവിലാണ് ഉള്ളത്. എനിക്ക് ഇവിടുന്ന് ചെറിയ കമാൻഡ്സ് ഒക്കെ എൻ്റെ അപ്പുറത്തെ മെഷീൻ എനിക്ക് പിങ്ങബിൾ ആണെന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പിങ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഞാനിപ്പം ഇതിന് 1 കൊടുത്തുകൊണ്ട് അപ്പുറത്ത് ഞാൻ 2 ആണ് കൊടുക്കാൻ പോകുന്നത്. അന്നേരം ഞാൻ ആ 2 ഒന്ന് പിങ് ചെയ്ത് നോക്കുകയാണ്. 10.1.2 ഞാൻ പിങ് ചെയ്ത് നോക്കുവാണ്. അയ്യോ, എന്താ പിങ്ങായില്ലല്ലോ. സോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പിങ് ചെയ്യുമ്പോൾ പിങ് എന്താണെന്നും പറയാം കേട്ടല്ലോ. പിങ് ഒരു പ്രോട്ടോക്കോളാണ്. ICMP എന്നാണ് ആ പ്രോട്ടോക്കോളിൻ്റെ പേര്. ICMP ഉപയോഗിക്കുന്നത് നോർമലി ട്രബിൾ ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഹോപ്പ് റീച്ചബിൾ ആണോ എന്ന്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ IP റീച്ചബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്, ആ സംഭവം അവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ് ICMP. ഈ ICMP ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സാധനമാണ് ഈ പിങ്. ഞാനിവിടെ പിങ് എന്ന് ടൈപ്പ് ചെയ്ത് പർട്ടിക്കുലർ IP, ഏത് IP ആണോ എനിക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചപ്പോൾ എനിക്ക് കുറേ റിക്വസ്റ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 4 5 എഴുതി കാണിച്ചിട്ട് ഫെയിലിയർ ആണെന്നും പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് 0 ബൈറ്റ്സ് ആണ്. 0 പാക്കറ്റ്സ് ആണ് എനിക്ക് റിസീവ് ചെയ്തത്. സെൻഡ് ചെയ്തത് ഞാൻ 4 പാക്കറ്റ്സ് ആണ്. എനിക്ക് സെൻഡ് ചെയ്തത് അത്രയും തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു 100% ലോസ് ആണെന്ന് എഴുതി കാണിച്ചു. ഇത് ഞാൻ മനഃപൂർവ്വം കാണിച്ചാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് ഇവൻ ഇതൊരു മണ്ടനാണ്,
ഒരു ഒരു പി സിക്കകത്ത് ഞാൻ IP കോൺഫിഗർ ചെയ്തു, പക്ഷെ അപ്പുറത്തെ സൈഡിലെ PC IP കോൺഫിഗർ ചെയ്തിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ ഇത് പിങ് ആകും? ശരിയല്ലേ? അതാണ് നാച്ചുറലായിട്ട് ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു തെറ്റല്ല, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോഴും ആ പാതയിലാണ്. സോ ഞാൻ ഈ 2 എന്നുള്ള IP ഞാൻ ഓപ്പോസിറ്റ് സൈഡിലെ സ്വിച്ചിലല്ല, നമ്മുടെ ലാപ്ടോപ്പിൽ കോൺഫിഗർ ചെയ്താൽ മാത്രമേ നമുക്ക് IP-ലോട്ട് പിങ് ആവുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഫിസിക്കലായിട്ട് ലാപ്ടോപ്പ് തുറന്നപ്പോൾ ലാപ്ടോപ്പ് എങ്ങനെ തുറന്നിരുന്നാൽ എങ്ങനെയായിരിക്കും, അതിന് ഇന്റർനെറ്റ് പോർട്സ് എങ്ങനെ ഉണ്ടോ, അതിന് ഫാൻസ് ഉണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കോൺഫിഗിൽ വന്നു, ഞാൻ ഇവിടെ ഇന്റർഫേസ് നോക്കി. ഇന്റർഫേസിൽ ഇവിടെയുണ്ട് ഫാസ്റ്റ് ഇഥർനെറ്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 100 Mbps ഒക്കെയാണ്. സോ ഇവിടെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വന്നു, IP-യുടെ പോർഷനിൽ 10.1.1.2 എന്ന് കൊടുത്തു. മാസ്കിൻ്റെ അവിടെ ഓട്ടോമാറ്റിക്കലി വന്നാണ് 255 ഫുള്ളി വലിയൊരു റേഞ്ച്, പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ 255 കൊടുത്തു, മാസ്ക് കൊടുത്തു. ശേഷം ഞാനാണെങ്കിൽ ഇവിടെയും ഡെസ്ക്ടോപ്പിലോട്ട് പോയി, ഇവിടെ ടെർമിനലിൽ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിൽ പോയി, ഇവിടെയും ഞാൻ ആ കമാൻഡ് തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. 10.1.1.1 കാരണം എനിക്ക് അപ്പുറത്തേലോട്ടാണ് പിങ് ചെയ്യേണ്ടത്, അതായത് പഴയ IP-ലോട്ടാണ് പിങ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ നിന്ന് പിങ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് പിങ്ങബിൾ ആയി. കാരണം എന്താ, ഞാൻ അപ്പുറത്ത് ഓൾറെഡി IP കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് റീച്ചബിലിറ്റി ഉണ്ട്. സോ എപ്പോഴും പിങ് സക്സസ് ആകുന്നത് എങ്ങനെയാണ്? പിങ്ങിൻ്റെ ഒരു സക്സസ്ഫുൾ ഔട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കും. റിപ്ലൈ ഫ്രം ഏത് IP-ലോട്ടാണോ നമ്മൾ പിങ് ചെയ്തത് ആ IP അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് കാണുന്നുണ്ടോ 10.1.1.1 ആ IP അവിടെ റിപ്ലൈ ഫ്രം, എനിക്ക് അതിൽ നിന്ന് റിപ്ലൈ കിട്ടി. എത്ര ബൈറ്റ്സിൻ്റെ ഇൻഫർമേഷൻ ആണ്? 32 ബൈറ്റ്സിൻ്റെ ഇൻഫർമേഷൻ ആണ്. എത്ര സെക്കൻഡിനുള്ളിൽ കിട്ടി? ലെസ് ദാൻ 1 millisecond. അത്ര ഫാസ്റ്റായിട്ട് തന്നെ എനിക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെ ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ speed.comലോ അല്ലെങ്കിൽ ഓലയിലോ ഒന്നും കയറി നോക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് എനിക്ക് ഗൂഗിൾ DNS എന്ന് പറയുന്നത് 8.8.8.8 ആണ്. ഈ IP എൻ്റെ കമ്പ്യൂട്ടറിലെ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് PING സ്പേസ് 8.8.8.8 അടിച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഔട്ട്പുട്ട്, ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അതിനകത്ത് ടൈം എന്ന് എഴുതിയിട്ടുള്ളത് ഒരു ലെസ് ദാൻ 40 ഒക്കെ ആണെങ്കിൽ നല്ല സ്പീഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. കുറച്ചും കൂടെ കൂടുതലാണ്, ഒരു 100 ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഒരു ആവറേജ് സ്പീഡാണെന്ന് മനസ്സിലാക്കാം. വീണ്ടും അത് 200 400 ഒക്കെ ആണെങ്കിൽ ലാറ്റൻസി കൂടുന്നതനുസരിച്ച് നമ്മളുടെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കമാൻഡ് പ്രോംപ്റ്റിലൂടെ ഇന്റർനെറ്റിന്റെ സ്പീഡൊക്കെ മനസ്സിലാക്കാം. സോ ഈ കമാൻഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നൊക്കെ മനസ്സിലായില്ലേ? TTL എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടൈം ടു ലീവ്. സോ ഈ പാക്കറ്റ് എത്ര നേരം ഇനി റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം? 128 ഇവിടെ അങ്ങനെയാണ് കിടക്കുക. സോ എനിക്ക് A എന്ന് പറയുന്ന എൻ്റെ PC-യിൽ നിന്ന് B എന്ന് പറയുന്ന എൻ്റെ ലാപ്ടോപ്പിലോട്ട് ഞാൻ പിങ് ചെയ്തു, സക്സസ് ആയില്ല. കാരണം എന്തായിരുന്നു? ഞാൻ B-യിൽ IP കോൺഫിഗർ ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ B-യിൽ വന്ന് IP കോൺഫിഗർ ചെയ്ത് B-യിൽ നിന്ന് A-ലോട്ട് പിങ് ചെയ്തപ്പോൾ പിങ് ആയി. ഇനി നമുക്ക് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? A-യിൽ നിന്ന് B-ലോട്ട് പിങ് ആകുമോ ഇല്ലയോ എന്ന്. സോ ഞാൻ ലാപ്ടോപ്പിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്തു. ഞാൻ ഡെസ്ക്ടോപ്പിൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. പഴയ കമാൻഡ്സ് ഒക്കെ അവിടെ എക്സിക്യൂട്ട് ചെയ്ത് അവിടെ തന്നെയുണ്ട്. അപ്പാരോ, നമ്മളുടെ കീബോർഡിലെ അപ്പാരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഴയതായിട്ട് എക്സിക്യൂട്ട് ചെയ്ത കമാൻഡ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഒരു ഹിറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ഇറ്റ് ഈസ് ഡിസ്പ്ലേയിങ്. സോ ഇതിന് 1 മിനിറ്റ് മുമ്പ് നമ്മൾ IP കോൺഫിഗർ ചെയ്യുന്നതിന് മുമ്പ് 100% ലോസ് എന്ന് എഴുതിയിരുന്നിടത്ത് ഇപ്പോൾ എത്രയാണ് കാണിക്കുന്നത്? 0% ലോസ്. 0% ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100% സക്സസ്. സോ നമ്മളുടെ ഈ കുഞ്ഞൻ നെറ്റ്വർക്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? 2 PC-കൾ ഉണ്ടായിരുന്നു. ഒരു PC-യും ഒരു ലാപ്ടോപ്പും ഉണ്ടായിരുന്നു. ഒരു നടുക്ക് ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. സ്വിച്ചിനെ നമ്മൾ ഒന്നിനു വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് ഒരു കോൺഫിഗറേഷൻ ചെയ്തിട്ടില്ല, ഒരു പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്വിച്ചിന്റെ കോൺഫിഗറേഷൻസും ബാക്കിയുള്ള അതിന് എന്താണ് ഇപ്പോൾ ഒരു ഹബ്ബ് ആയിട്ട് മാത്രമാണ് അത് ആക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. നമ്മുടെ കോൺഫിഗറേഷൻ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഇതിപ്പോൾ നമ്മൾ റിയൽ ടൈമിലാണ്, പക്ഷെ ഇപ്പോഴും നമ്മളുടെ നെറ്റ്വർക്കിനകത്ത് എന്താണ് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് കാണാൻ പാക്കറ്റ് ട്രേസറിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫിസിക്കൽ ഡിവൈസ് വാങ്ങിച്ച് കോൺഫിഗർ ചെയ്താൽ പോലും കിട്ടാത്ത ഒരു വിർച്വലായിട്ട് എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു സിമുലേഷൻ മോഡ് നമ്മളുടെ പാക്കറ്റ് ക്യാപ്ചർ നമുക്ക് തരുന്നുണ്ട്. സോ ആ സിമുലേഷൻ മോഡ് ഓൺ ആക്കുവാണെങ്കിൽ, ഞാനിപ്പം കറൻ്റ്ലി ഓപ്പൺ ചെയ്തിരിക്കുന്നത് PC-യുടെ കമാൻഡ് ലൈനാണ്. ഞാൻ സിമുലേഷൻ മോഡിൽ ക്ലിക്ക് ചെയ്തു. സിമുലേഷൻ മോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സിമുലേഷൻ മോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇവിടെ കുറച്ച് വലുതാക്കാൻ പറ്റുമോ നോക്കട്ടെ. വിൻഡോസ് പ്ലസ്. സോ
നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത് പോലെ ഇവിടെ കുറച്ച് എഡിറ്റ് ഫിൽറ്റേഴ്സ്, ഷോ ഓൾ നൺ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഈ ഷോ ഓൾ നൺ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഈ ഇതിനകത്ത് ഈ പാക്കറ്റൊക്കെ ഇത്രയും പ്രോട്ടോകോൾസ് ഞാൻ പറഞ്ഞു, സെറ്റ് ഓഫ് റൂൾസ് ആണ് പ്രോട്ടോകോൾസ്. ആ പ്രോട്ടോകോൾസുകൾ, ഏതൊക്കെ പ്രോട്ടോകോൾസുകൾ നമുക്ക് വിഷ്വലി വിസിബിൾ ആകും, ഇതിനകത്ത് ഇവന്റ്സ് ഒക്കെ ഏതൊക്കെ നമുക്ക് വിസിബിൾ ആകും എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ACL ഫിൽറ്റർ, ആർപ്പ്, BGP, ബ്ലൂടൂത്ത്, ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാതെ വരും. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഷോ നൺ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇതിപ്പം കൊടുത്തു കഴിഞ്ഞിട്ട് എഡിറ്റ് ഫിൽറ്റേഴ്സിനകത്ത് ഞാൻ എഡിറ്റ് ഫിൽറ്റേഴ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്ട് ഇവിടെ ഒത്തിരി IPv4 എന്ന് പറഞ്ഞാൽ IP വേർഷൻ 4, IPv6 എന്ന് പറഞ്ഞാൽ വേർഷൻ 6. നമ്മൾ V4 ആണ് പഠിക്കുന്നത് ആദ്യം. V4 പഠിച്ചത് നമുക്ക് V6 പോകാം. നമുക്ക് ഇവിടുന്ന് ഏതൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ICMP ആണ്. സോ ICMP ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ IPv4 ഞാൻ കുറച്ച് മുമ്പ് എല്ലാം ഡിസേബിൾ ചെയ്തതാണ്. ഇവിടെ നമുക്ക് ഏത് വേണോ ആ പർട്ടിക്കുലർ പാക്കറ്റ് ഫ്ലോയുടെ മാത്രം പ്രോട്ടോകോൾ ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാത്രമേ ക്യാപ്ചർ ആവുകയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഞാനത് ചെറുതാക്കി കാണിക്കാം വീണ്ടും. ഇനി ഞാൻ ഇവിടുന്ന് എൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് PC1 നിന്ന് ഞാനൊരു പിങ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ PC നിന്ന് ഞാനൊരു പിങ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെ നമ്മളുടെ സിമുലേഷൻ ടാബിൽ ഒരു പുതിയ ICMP പാക്കറ്റിൻ്റെ വിഷ്വൽ വന്നിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ ടൈം കാണിക്കുന്നുണ്ട്, ലാസ്റ്റ് ഡിവൈസ് ഏതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, ഓൾ ഡിവൈസുകൾ, PC0 ഇപ്പോൾ കാണിക്കുന്ന ഡിവൈസ് PC0 ആണ്. ആ പാക്കറ്റ് ഇപ്പം PC0-ലാണെന്ന് കാണിക്കുന്നുണ്ട്. ഒരു പാക്കറ്റിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് സൂം ചെയ്ത് കാണിക്കണമെങ്കിൽ കാണാമല്ലോ, നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഒരു സൂം ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും അത് കാണാനുണ്ടാവുക. സോ ഈ ICMP പാക്കറ്റിൻ്റെ ഫ്ലോ ഇങ്ങനെയാണ്. ഓക്കെ, ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലോട്ട് പോകും. നമുക്കത് മിനിമൈസ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഞാൻ അടുത്തത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി, ആ PC1 നിന്ന് ICMP പാക്കറ്റ് സ്വിച്ചിലോട്ട് പോയി. എവിടെയോട്ട് പോയി? സ്വിച്ചിലോട്ട് പോയി. സ്വിച്ചിൽ എത്തിച്ചേർന്ന ശേഷം അന്നേരം എന്താ ഇപ്പം മനസ്സിലായത്, പർട്ടിക്കുലർ സാധനം നമ്മളുടെ ICMP പാക്കറ്റ് സ്വിച്ചിലെത്തി. സ്വിച്ചിൽ മൾട്ടി ലെയർ, സോ ഡിവൈസ് ടൈപ്പ് ഇവിടെ നോക്കുവാണെങ്കിൽ, ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ മൾട്ടി ലെയർ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിവൈസ് കാണിക്കുന്നുണ്ട്. അത് ഒന്നുമല്ല, ആ സ്വിച്ചിന് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന പേര് PC-ക്ക് PC0 എന്ന് പേര് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ സ്വിച്ചിൻ്റെ പേര് മൾട്ടി ലെയർ 0 എന്നാണ്, മൾട്ടി ലെയർ സ്വിച്ച് 0 എന്നാണ്. അതുകൊണ്ടാണ് ആ ഡിവൈസ് ടൈപ്പിന് അവിടെ അങ്ങനെ കാണിക്കുക. അവിടെയും ഉപയോഗിക്കുന്ന ICMP തന്നെയാണ് പിങ് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, ഒരു ടെസ്റ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മളുടെ A ഡിവൈസിൽ നിന്ന് B ഡിവൈസിലോട്ട് നടത്തുമ്പോൾ നമ്മൾ കൊടുത്ത അത്രയും പാക്കറ്റ് തിരിച്ച് നമ്മളുടെ ഡിവൈസിൽ എത്തിക്കാൻ മാത്രമേ അത് സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഇതിന് റിപ്ലൈ നീ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ലാപ്ടോപ്പ് ഒരു റിപ്ലൈ കൊടുക്കുകയാണ്. അത് അതുവഴിയാണ് പോകുന്നത്, സ്വിച്ച് വഴി പോകുന്നു. സ്വിച്ചിലോട്ട് പാക്കറ്റ് എത്തി. വീണ്ടും ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി, ആ പാക്കറ്റ് സ്വിച്ചിൽ നിന്ന്, സ്വിച്ചിന് ഒരു ടേബിൾ ഉണ്ട്, സ്വിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടേബിൾ ഉണ്ട്. ആ ടേബിൾ എന്താണ്, മാക് ടേബിൾ എന്താണ്, ആർപ് ടേബിൾ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഓവർവ്യൂ മാത്രമാണ് പറയുന്നത്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവില്ല. എന്നിരുന്നാൽ പോലും ഇങ്ങനെ പഠിച്ചാലേ നമുക്കിത് പിന്നീട് ഉപയോഗമുള്ളൂ. അല്ല, സ്വിച്ചിൽ നിന്ന് ആ പാക്കറ്റ് എന്തായി, നമ്മളുടെ PC-ലോട്ട് പോവാണ്. സ്വിച്ചിന് ഇതെങ്ങനെ മനസ്സിലായി എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, അതൊക്കെ നമുക്ക് പുറകെ പഠിക്കാം. സോ പാക്കറ്റ് നമ്മളുടെ PC-യിലെത്തി, സംഭവം സക്സസ് ആയി. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇതിപ്പം ജസ്റ്റ് ഒരു ICMP പാക്കറ്റിൻ്റെ ഫ്ലോ ആണ്. ICMP-യുടെ ടൈമും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഇത് റിയൽ ടൈമിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള പോർട്ടിൻ്റെ സ്റ്റാറ്റസ്, പിങ് ചെയ്യുവാണെങ്കിൽ പിങ്, നമുക്ക് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹോവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോർട്ട് അപ്പാണോ ഡൗൺ ആണോ എന്ന് കാണാൻ പറ്റും. ഇൻ കേസ് നമ്മൾ ഇത് ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോർട്ടിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ ഗ്രീനിൽ തന്നെ നമുക്ക് പോർട്ട് അപ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു പാക്കറ്റ് ട്രേസറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക് നെറ്റ്വർക്ക്. ഇത് വെച്ച് തന്നെ വളരെ വലിയ നെറ്റ്വർക്കൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തേക്ക് ഇത് മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഒരു ഏകദേശം ഈ ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് IPs ഒക്കെ കോൺഫിഗർ ചെയ്യാനും, അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ കോൺഫിഗറേഷനൊക്കെ എവിടെയാണ്, CLI മോഡ് സ്വിച്ചിൻ്റേത് എന്താണ് യൂസർ എക്സിക്യൂഷൻ മോഡ്, എന്താണ് കമാൻഡ് ലൈന്, അതല്ലെങ്കിൽ എന്താണ് പ്രിവിലേജ്ഡ് മോഡ്, ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.